ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും എന്ത് പറയുന്നു? എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുവാണേ. ഞങ്ങളും സുഖമായിട്ടൊക്കെ ഇരിക്കുവാണേ. അപ്പോൾ ഇന്ന് കുറച്ച് സ്നോയുടെ വീഡിയോ ഒക്കെ കാണാം. ഇവിടെ സ്നോയൊക്കെ വീഴാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം പിള്ളേരെല്ലാം ഭയങ്കര എക്സൈറ്റഡ് ആണ്. പിള്ളേർ മാത്രമല്ല, ഞാനും കേട്ടോ, ഞാനും കുറേ എക്സൈറ്റഡ് ആണേ. ഇപ്രാവശ്യം സ്നോ വന്നത് കുറച്ച് ലേറ്റ് ആയിട്ടാണേ. ക്രിസ്മസും നമ്മുടെ ന്യൂ ഇയറും എല്ലാം കഴിഞ്ഞിട്ടാണ് വന്നത്. എങ്കിൽ കൂടി നമ്മൾ ഹാപ്പിയാണ്. വന്നല്ലോ, അതുപോലെ. ഫസ്റ്റ് ഒരു 1-2 ദിവസമൊക്കെ എന്ത് രസമാണ്, വീഡിയോ എടുക്കാം, ഫോട്ടോ എടുക്കാം, ഭയങ്കര സന്തോഷമൊക്കെയാണ്. പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ വേണ്ടിയിരുന്നില്ല. രാത്രി നല്ല സ്നോഫോൾ ഉണ്ടായിരുന്നേ. അപ്പോൾ ആ ടൈമിലൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. പിന്നെ ഡ്യൂട്ടി കഴിഞ്ഞ് വെളിയിലോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് അവിടെ എല്ലാം മീൻസ് നല്ല ലൈറ്റൊന്നും ഇല്ലാന്നേരം എടുത്തില്ല. പിന്നെ വീടിൻ്റെ ഭാഗം കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ നല്ല ലൈറ്റൊക്കെ ആയിട്ടുണ്ടെന്ന് ഓർത്തെന്നാൽ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തേക്കാം. ഇനി വീട്ടിലോട്ട് കുറച്ചൊന്ന് നടക്കാനുണ്ട്, ഒരു 5 മിനിറ്റ്സ് വാക്കുണ്ട്. അപ്പോൾ ആ സമയത്ത് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തേക്കാമെന്ന് കരുതി എടുത്തതാണിത്. റോഡിൽ വീണതെല്ലാം വണ്ടിയൊക്കെ പോയിട്ടായിരിക്കും അതെല്ലാം മെൽറ്റായി പോയിട്ടുണ്ട്. പക്ഷേ ഈ സൈഡിലൂടെ പോകുമ്പം അധികം കുഴപ്പമില്ല. പക്ഷേ ഇപ്പം അധികം സ്ലിപ്പറി ആയിട്ടൊന്നും ഇല്ല. ഇപ്പോൾ അത് മെൽറ്റൊന്നും ആയില്ലല്ലോ. ഇനി മെൽറ്റ് ആകുമ്പോഴായിരിക്കും നമ്മൾ നടക്കുമ്പോൾ കുറച്ചുകൂടെയൊക്കെ ഒന്ന് നമ്മൾ കെയർഫുള്ളായിട്ട് നടക്കണം. ഇല്ലെങ്കിൽ സ്ലിപ്പായി നമുക്ക് പണി കിട്ടും കേട്ടോ. ആദ്യം വന്ന ടൈമിലൊന്നും അധികം അറിയത്തില്ലല്ലോ. അപ്പം സമയത്തൊക്കെ നമുക്ക് പണി കിട്ടിയിട്ടുണ്ട്. പിന്നെന്തുവാ, ഈ സമയത്തായിരിക്കും കൂടുതലായിട്ട് പനിയും അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലായിട്ടുള്ളൊരു ടൈമാണ്. പക്ഷെ അത് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഡ്രസ്സിങ് ഒക്കെ പ്രോപ്പർ ആയാൽ മതി. പിന്നെ ഫുഡ് ഹാബിറ്റ്സ് ഒക്കെ ഒന്ന് ചൂസ് ചെയ്താൽ മതി. അല്ലാതെ കുഴപ്പമൊന്നുമില്ല. ഇന്നിവിടെ ബിൻ കളക്ഷൻ ഡേ ആണ്. അതാണ് ഇവിടെ എല്ലാം ബ്രൗൺ ബിൻ എല്ലാം സൈഡിൽ ഇരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ഓരോ ദിവസവും ഓരോ ആഴ്ചയിലും ഓരോ ബിന്നാണ് കളക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ബ്രൗൺ ബിൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഗ്ലാസ്, ടിൻസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ്. പിന്നെ വേറെ ഈ ആഴ്ച ഈ ബ്രൗൺ ബിന്നാണ് കളക്ട് ചെയ്യുന്നെങ്കിൽ പിന്നെ അടുത്ത ആഴ്ച വരുന്നത് 3 ബിൻസ് ഉണ്ട്, അത് കളക്ട് ചെയ്യണം. പിൻസ്, പേപ്പർ, നമ്മുടെ ഫുഡ് വേസ്റ്റ്, ജനറൽ വേസ്റ്റ് അതെല്ലാം കളക്ട് ചെയ്യാനായിരിക്കും വരുന്നത്. ഈ ആഴ്ച ബ്രൗൺ ബിന്നിൻ്റെയാണ് വരുന്നത്. ഞാൻ തലേദിവസം തന്നെ ബിന്നിലെടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. ഇല്ലെങ്കിൽ പിന്നെ എത്രയും പെട്ടെന്ന് വീട്ടിൽ ചെല്ലുക, അതെല്ലാം എടുത്ത് വെക്കണം എന്നുള്ളൊരു ചിന്ത. അതുകൊണ്ട് ഇങ്ങനെ അടിപ്പാടി പോകുന്നത്. നമ്മളിപ്പം നമ്മളൊന്ന് ലേറ്റായി കഴിഞ്ഞാൽ അവർ വന്നാൽ കറക്റ്റ് ടൈമിൽ എടുത്തുകൊണ്ട് പോവുകയും ചെയ്യും. പിന്നെ നമ്മൾ നെക്സ്റ്റ് ടൈം വരെ അത് വെയിറ്റ് ചെയ്യുകയും ചെയ്യണം. നമുക്ക് തന്നെയാണത് ബുദ്ധിമുട്ടാകുന്നത്. അങ്ങനെ വീട്ടിൽ വന്നപ്പോൾ ഒരു കാര്യം എനിക്ക് ഭയങ്കര ഉറപ്പുണ്ടായിരുന്നു. ഇളയാൾ എന്തായാലും സ്നോയിൽ കളിക്കാൻ വേണ്ടി സെറ്റായിട്ടിരിക്കുമായിരിക്കുമെന്ന്. അതുപോലെ തന്നെ ഞാൻ വന്നപ്പോഴത്തേക്ക് ഡ്രസ്സെല്ലാം എടുത്ത് വെച്ചിട്ട് കാര്യമായിട്ടിരിക്കുമോ കളിക്കാൻ പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ രണ്ടുകൂടെ വെളിയിലൊക്കെ നിന്ന് അതെല്ലാം ഒന്ന് കളിക്കുകയൊക്കെ ചെയ്ത് പിന്നെ ഞാൻ ആദ്യം പറഞ്ഞു മതി, അധികം അങ്ങോട്ട് വെളിയിൽ നിൽക്കണ്ട, പനിയും കാണാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് മാറാൻ ഇച്ചിരി പാടല്ലേ. അതുകൊണ്ട് പിന്നെ അങ്ങകത്ത് കയറി ഞങ്ങൾ. മതി എന്ന് പറഞ്ഞിട്ടും വീണ്ടും ഇച്ചിരി നേരം കൂടെ പറഞ്ഞ് നിൽക്കുവാന്നേ. അപ്പം നമ്മളും അങ്ങ് അറിയാതെ നിന്ന് പോവും. പക്ഷേ തണുപ്പ് നമ്മളെ അതിനനുവദിക്കത്തില്ല കേട്ടോ. കിഴിഞ്ഞിറങ്ങുന്ന പോലെ അങ്ങ് തോന്നും. പിന്നെ പെട്ടെന്ന് തന്നെ കയറുക രക്ഷയുള്ളൂ. അധികം തണുപ്പത്ത് നിന്ന് കഴിഞ്ഞാൽ പിന്നെ പണി കിട്ടും. വെറുതെ എന്തിനാ, അതുകൊണ്ട് പിന്നെ കയറും. ഇത് നമ്മുടെ ബാക്ക് യാർഡിലെ ഒരു വ്യൂ ആണേ. അപ്പോൾ അത് കിടക്കുന്നത് കാണുമ്പോൾ നമുക്ക് തോന്നും ഒരു വെള്ളപ്പൂ ഇങ്ങനെ വീണ് പിടിച്ചിരിക്കുന്നത് പോലെയൊക്കെ തോന്നും. അപ്പം നിങ്ങൾക്ക് കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നു? എനിക്ക് അങ്ങനെയൊക്കെ തോന്നി കേട്ടോ.
സ്നോയും കണ്ടുകൊണ്ട് ഇന്ന് വിശപ്പ് മാറത്തില്ലല്ലോ, എന്തെങ്കിലും റെഡിയാക്കണ്ടേ. അപ്പം ഇനി അടുത്ത ചിന്ത എന്തുണ്ടാക്കുമെന്നാ കേട്ടോ. പക്ഷേ തലേദിവസം തന്നെ ഞാൻ കുറച്ച് ഓവർനൈറ്റ് ഓട്സ് തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. പക്ഷേ ഈ തണുപ്പ് പ്രമാണിച്ച് അധികം പേർക്കും കഴിക്കാൻ വലിയ ഇഷ്ടമൊന്നുമില്ല. പിന്നെ പെട്ടെന്ന് ഞാൻ കുറച്ച് ചപ്പാത്തി എല്ലാം സെറ്റാക്കി അതിൻ്റെ കൂടെ കുറച്ച് സാമ്പാറും എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതെല്ലാവരും രാവിലെ കഴിക്കുകയൊക്കെ ചെയ്തു. പിന്നെ ഫ്രിഡ്ജ് തുറന്നപ്പം തന്നെ കണ്ടല്ലോ, അതിനകത്ത് സാധനങ്ങളൊന്നുമില്ല. അപ്പോൾ ഇനി എന്താണ് അടുത്ത എന്തുവാ, കുറച്ച് ഷോപ്പിംഗ് ഒക്കെ നടത്താമെന്നുള്ള പ്ലാനിലാണ് പെട്ടെന്ന് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. നമ്മുടെ ബൾക്ക് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടല്ലോ, അത് നമുക്ക് കോസ്കോ ഭയങ്കര യൂസ്ഫുള്ളാണേ. എന്താല്ലേ, നാട്ടിൽ വെച്ച് നമുക്ക് ചക്കയൊക്കെ തരുമ്പോൾ എനിക്ക് വേണ്ട, പക്ഷെ ഇവിടെ വന്നു കഴിയുമ്പോൾ ചക്കയൊക്കെ കാണുമ്പോൾ ഒരു കൊതി. പക്ഷെ ഞാൻ മേടിച്ചൊന്നുമില്ല കേട്ടോ, എനിക്ക് ചക്കയോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ലേ. അത് പണ്ടുമാണ്, ഇപ്പോഴും അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ കണ്ടപ്പോൾ ഒരു രസമില്ലെന്ന് എടുത്തെല്ലാം നോക്കി, അതുപോലെ തന്നെ തിരിച്ചങ്ങ് വെക്കുകയും ചെയ്തു കേട്ടോ. പിന്നെ ചക്ക കൊണ്ടുണ്ടാക്കുന്ന ഒരു സാധനം എനിക്ക് ഇത്തിരി ഇഷ്ടമുണ്ട്. നമ്മുടെ ഈ കുമ്പളപ്പം ഉണ്ടല്ലോ, കുമ്പളപ്പം ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ചക്ക ഇട്ടിട്ട് നല്ലതായിട്ട് ഉണ്ടാക്കണം. അപ്പോൾ ആ ഒരു ഫ്ലേവറും ആ വയനയിലയുടെ ആ ഒരു മണമൊക്കെ വരുമ്പം നല്ല രസമാണ് തിന്നാൻ. ആ ഒലിവോയിലിരിക്കുന്ന കുപ്പി കണ്ടപ്പോൾ ഒരു രസമേ, കാണുമ്പോൾ ഒരു നല്ല രസമില്ലേ കാണാൻ, നല്ലൊരു ഭംഗിയൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ മേടിച്ചൊന്നുമില്ല, തിരിച്ചങ്ങ് വെച്ചേ. അതാണ്ട് പിന്നെ ഇവിടെ മാങ്ങ ഡ്രൈഡ് ആയിട്ടുള്ളതും കിട്ടുന്നുണ്ട്. ഞാനത് ഒരു തവണ മേടിച്ചിട്ടുണ്ട്, പക്ഷേ എനിക്ക് എന്തോ അതിൻ്റെ ടേസ്റ്റ് അങ്ങോട്ട് പിടിക്കുന്നില്ല. നമ്മൾ നാട്ടിൽ നിന്നില്ല ഒറിജിനലായിട്ടുള്ള സാധനം കഴിച്ചിട്ടുള്ളതുകൊണ്ടായിരിക്കും നമുക്കത് അങ്ങോട്ട് പിടിക്കാത്തത്. ഇഷ്ടപ്പെടുന്നവരും കാണുമായിരിക്കും. പിന്നെ ഞാൻ എൻ്റെ ഫേവറേറ്റ് സെഷനിലോട്ട് ചെയ്യുന്നേ, റെഡ് വെൽവെറ്റും ചോക്ലേറ്റ് കേക്ക്, പിന്നെന്തോ ഒരു ഫഡ്ജ് കേക്ക്, പിന്നെന്തോ ഒരു സാൻഡ്വിച്ച് ടൈപ്പ് കേക്ക്, ഞാൻ ക്യാരറ്റ് കേക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് എന്തെങ്കിലും നമ്മൾ മേടിക്കാതെ പോരത്തില്ലല്ലോ. നിങ്ങൾ ഇതുപോലെയൊക്കെയാണോ? മധുരം ഇഷ്ടമുള്ളവരുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അങ്ങനെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞല്ലേ ഇറങ്ങി. പിന്നെ അതിൻ്റെ ബില്ലെടുത്ത് വെച്ചിട്ട് സുഞ്ചേട്ടൻ ഇങ്ങനെ നോക്കിയിട്ട് പറയുവാണേ, ഇപ്രാവശ്യം ഇത്തിരി കൂടുതലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക.
പിന്നെ അവിടെ കോസ്കോയുടെ തന്നെ പെട്രോൾ പമ്പ് ഉണ്ടേ, അവിടെ കയറി പെട്രോളൊക്കെ അടിച്ചിട്ട് ഞങ്ങൾ വെതുക്കെ ഇങ്ങ് പോന്നു. വിൻ്റർ ആയി കഴിയുമ്പോഴത്തെ പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ അങ്ങ് മൂടിക്കെട്ടി നിൽക്കുന്ന ഒരവസ്ഥ പോലെ. അതുപോലെ തന്നെ ആയിരിക്കും നമ്മുടെ മൈൻഡും, ആകെ അങ്ങ് ഡള്ളായിപ്പോവും കുറച്ച് നാളത്തേക്ക്. പിന്നെ നമ്മളങ്ങ് മാനേജ് ചെയ്ത് പോവുക, അത്ര തന്നെ. അപ്പോൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്, ഇനി നേരെ വീട്ടിലേക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങളുടെ സജഷൻസ് എല്ലാം കമൻറ്റിലൂടെ അറിയിക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.